ഹായ് ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനുവാമിത്സ് ആണ്. മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഹ്യൂമൻ ബോഡിയെ കുറിച്ച് അതിന്റെ വണ്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ്. അപ്പൊ എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നന്നായിട്ട് തന്നെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചു വെക്കുക. ഇതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ 1 by 1 ആയിട്ട് പറയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അതേപോലെ തന്നെ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ആ പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കും? പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് വിളിക്കും. അപ്പൊ ന്യൂട്രീഷൻ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കാണ് പിന്നീട് ഈ ചാപ്റ്റർ പോകുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വായയിലാണല്ലോ തുടക്കം വരുന്നത്. അപ്പൊ വായയിലുള്ള പല്ലുകൾ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പല്ലുകൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടീത്തുകൾ, ഇതിന്റെ സ്ഥാനം, അതേപോലെ തന്നെ ഇതിന്റെ നമ്പർ, ഇതിന്റെ ഉപയോഗങ്ങൾ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേബിളിനനുസരിച്ച് വൃത്തിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ. അപ്പൊ പല്ലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് കടക്കും. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഓർഗൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ വായ മുതൽ നമ്മൾ തുടങ്ങും. ഈസോഫാഗസ് അല്ലെ, അന്നനാളം, ആമാശയം, ചെറുകുടൽ തുടങ്ങി ചെറുകുടലിൽ നിന്ന് നമ്മൾ വൻകുടലിലേക്ക് എത്തി. വൻകുടലിൽ നിന്ന് എന്ത് ചെയ്തു, ഈ പറയുന്ന ആഹാരങ്ങൾ, വേണ്ട ആഹാരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഗിരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ മലാശയത്തിലൂടെ എന്ത് ചെയ്യണം, പുറത്തേക്ക് കളയണം. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കണം. എന്തൊക്കെയാണ് 5 പ്രോസസ് ഇൻ ഡൈജഷൻ എന്ന് ചോദിച്ചാൽ ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ. ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ. അപ്പൊ ഇതിന്റെ മലയാളം കാര്യങ്ങൾ എന്താണെന്നുള്ളത് അല്ലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആഹാര പദാർത്ഥം, ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, ശാംസീകരണം, പുറന്തള്ളൽ എന്ന് പറഞ്ഞ് അമീബയുടെ ഒരു ചിത്രവും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്തതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരുടെയും ഈ 5 പ്രോസസ്സ് സിമിലർ തന്നെയാണ് അല്ലേ. ഇൻജഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇൻജഷൻ കാണുന്നുണ്ട് ആദ്യമായിട്ട്. ഇതെന്താണ്? ഇൻടേക്കിംഗ് ഓഫ് ഫുഡാണ്. ആഹാരം നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, ആഹാരം സ്വീകരിക്കണം. ഡൈജഷൻ ദഹനമാണ്. അബ്സോർപ്ഷൻ ആഗിരണമാണ് അല്ലെ. അസിമിലേഷൻ ശീകരണമാണ്. പുറന്തള്ളലാണ് ഇജഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഓർത്ത് വെച്ചോളുക. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഏരിയാസ് ആണ്. അതേപോലെ തന്നെ അല്ലെ, പിന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്നത് എന്താണ്, ശ്വസനം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ദഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശ്വസനമാണ് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ജീവികളുടെ ശ്വസനാവയവങ്ങളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഉച്ഛ്വാസം നടക്കുമ്പോഴും നിശ്വാസം നടക്കുമ്പോഴും അല്ലെ. ഇൻഹൈലേഷനും എക്സൈലേഷനും നടക്കുമ്പോൾ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇതൊന്നും എന്ത് ചെയ്യുക, നല്ലതുപോലെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഇൻഹൈലേഷന്റെ സമയത്ത് നോക്കിക്കുക, ഡയഫ്രം കോൺട്രാക്ട് ആൻഡ് ഫ്ലാറ്റൻ സ്ലൈറ്റ്ലി, റിബ് കേജ് ലിഫ്റ്റ് അപ്വേർഡ്സ്. വോളിയം ഓഫ് ദി thoracic cavity ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ് നോക്കേണ്ടത്, അത് ഇൻഹൈലേഷൻ നടക്കുമ്പോൾ. ഇങ്ങനെ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്തല്ലേ നമ്മുടെ thoracic cavity ഇൻക്രീസ് ചെയ്യുന്നത്, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ പുറന്തള്ളുന്ന സമയത്ത് ദ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് അറ്റ് ദ റിബ് കേജ് മൂവ്സ് ഡൗൺ. thoracic cavityയുടെ വോളിയത്തിൽ ഡിക്രീസ് ഉണ്ടാവുന്നു, ലങ്സ് കൺട്രാക്ട് ചെയ്യുന്നു. ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ വിവിധ ജീവികളുടെ ശ്വസനാവയവും കൂടി ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ആണ് കുറച്ച് സമയത്തിനുള്ളിൽ പഠിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ എൻ്റെ മക്കളും എന്ത് ചെയ്യുക, ഈ ഏരിയാസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, എക്സാം ഒക്കെ അടിപൊളിയാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.